ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി ഓണം. എനിക്ക് വീഡിയോ ഇടാനോ വൺസ് അഗെയിൻ ഹാപ്പി ഓണം ഗായ്സ്. അങ്ങനെ ഇന്ന് തിരുവോണമാണ്. രാവിലെ എണീറ്റ് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ദേ സാരിയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സാരി ഉടുത്തുന്നത് അമ്മയാണ്. അങ്ങനെ ഡ്രസ്സിങ്ങും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടിയായ സദ്യ കഴിക്കൽ എന്നുള്ള ചടങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ അതിനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഈ വർഷത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്തത് കോതമംഗലം വീട്ടിലാട്ടോ. ഞാൻ എപ്പോഴും പാലക്കാടാണ് പോവാറ്, ബട്ട് ഇന്ന് അച്ഛനൊക്കെ വന്നുകൊണ്ട് തന്നെ ഞാൻ കോതമംഗലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഓണത്തിൻ്റെ സദ്യ വിളമ്പുന്നതിനിടയിൽ ഞങ്ങളുടെ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും അനിയനും കൂടിയിട്ട് ഈ വ്ളോഗിന് വേണ്ടിയുള്ള ക്ലിപ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനിയനാട്ടോ എനിക്ക് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു തന്നത്. സദ്യ കഴിക്കുമ്പോൾ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഞങ്ങൾ അപ്പുറത്തിരുന്ന് തിരുവാതിര കളിക്കായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മുങ്ങിയതാട്ടോ. കൂടെ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ ഡാൻസിന്. അങ്ങനെ നെക്സ്റ്റത്തെ പന്തിയിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്നായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഈ സദ്യ വിളമ്പുന്നതിൻ്റെ ഇടയിൽ അച്ഛനാട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത്. സദ്യ വിളമ്പുന്നതിൻ്റെ ഇടയിൽ ഓലിന് പകരം അമ്മ പാൽപ്പായസം വിളമ്പാനാണ് പോയത്. ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഫുഡിലോട്ടാട്ടോ. അതുകൊണ്ട് തന്നെ സദ്യ കഴിക്കുമ്പോഴും ഞാൻ വീഡിയോയിലോട്ടൊന്നും നോക്കാൻ നിന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോയിൽ അച്ഛൻ്റെ ഡിഫറെൻറ്റ് ക്യാമറ സ്കിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ഷോട്ടുകളിലൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ വിട്ട്. ഹായ് വിക്കി, വിക്കി കൈ തരുമോ? അങ്ങനെ തിരുവോണ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ഡാൻസൊക്കെ കളിച്ച് ഇതേ ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി പോവാം കേട്ടോ. അച്ഛൻ്റെ അമ്മ അവിടെയാണ്. സോ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോവുകയാണേ. 2 ദിവസം അവിടെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ വിക്കിയോട് ബായ് ഒക്കെ പറഞ്ഞ് നമ്മളതേ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുവാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കൈക്കൊരു ഇഞ്ചുറി പറ്റിയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ അസൈൻമെൻറ്റ്സ് പെൻഡിങ് ആയിരുന്നു. ഈ ഓണം വെക്കേഷന് അത് എഴുതാമെന്നൊക്കെയായിരുന്നു വിചാരിച്ച്. എന്നാലോ കൈ അങ്ങോട്ട് ശരിയായതുമില്ല. സോ ഇന്ന് ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ട് എഴുതാനുള്ളതൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. സോ അതിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കോട്ടയത്ത് എത്തിയിട്ടോ. ഞാൻ കുട്ടിക്കാനം പോകുന്നത് കോട്ടയം വഴിയാണ്. വഴിയിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇതേ ഞങ്ങൾ ചങ്ങനാശ്ശേരി വീട്ടിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കഥയും കാര്യമൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രി ഒന്ന് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ മീനാക്ഷിക്ക് ഒരു റീൽസ് എടുത്ത് കൊടുക്കാനാണ് കേട്ടോ. അവൾ നന്നായി പാടും. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഉനോ കളിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോവാം. സോ ദാറ്റ്സ് ഓൾ. ടാറ്റാ.